മാഡം, പാല്. പാല് നിന്റെ നിന്നോട് ഞാൻ പാല് ചോദിച്ചോ? ഇല്ല. ചോദിച്ചോന്ന്? ഇല്ല മാഡം. പിന്നെന്തിനാ നീ പാലും കൊണ്ട് വന്നേ? പൊക്കോണം എന്റെ മുന്നിന്ന്. നന്ദനെ, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? നിന്റെ ഭ്രാന്ത് കാണിക്കാനുള്ള കളിപ്പാവകളല്ല ഈ വീട്ടിലുള്ളവര്. ജസ്റ്റ് കൺട്രോൾ യുവർസെൽഫ്, ഓക്കേ? എന്തിന് എന്തിനാ അച്ഛാ? എന്തിനു വേണ്ടിയാ? ആർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത്? ഇത്ര നാളും നിന്റെ മനസ്സ് മുഴുവൻ അവനായിരുന്നു. ആ അവൻ എന്നെ ഈ പരുവത്തിലെ ഭ്രാന്തിയെ പോലെ ആക്കി. He is a devil and I hate him. ചെകുത്താൻ അവൻ, ചെകുത്താൻ. വിഷമിക്കണ്ട മോളെ, നീ ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയൂ. ഈ നിശ്ചയം കഴിയുന്നതിന് മുൻപേ സത്യം അറിഞ്ഞല്ലോ, അതാണ് മഹാഭാഗ്യം. ഭാഗ്യം? ഭാഗ്യവതി? ഭ്രാന്തിയെ പോലെ ഇവിടെ നിൽക്കുന്ന ഞാൻ ആ ഭാഗ്യവതി അല്ലേ? ആ വൃത്തികെട്ടവനെ പ്രേമിച്ച് പിന്നാലെ നടന്ന ഞാനാണ് ഭാഗ്യവതി. അവിടെ കൂടി അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിശ്ചയം മുടങ്ങിപ്പോയ ഞാനാ ഭാഗ്യവതി. കൊള്ളാം, സന്തോഷായി, എനിക്ക് സന്തോഷം. മോളെ, നീ എന്തിനാ വിഷമിക്കുന്നത്? ഇതിപ്പോഴെങ്കിലും അറിഞ്ഞാൽ നന്നായെന്ന് വേണ്ടേ കരുതാൻ. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞിരുന്നതെങ്കിലോ? എങ്കിൽ എന്റെ മോളുടെ ജീവിതം എന്താകുമായിരുന്നു? അതിനേക്കാളൊക്കെ നാണം കിട്ടില്ല അച്ഛ ഇപ്പൊ. എന്റെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ഇനി എങ്ങനെ പോവും? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ എക്സ് മരുമകൾ എന്ന് വിളിച്ച് കളിയാക്കില്ല അവരൊക്കെ? മോളെ, ജീവിതത്തിൽ ഒരിക്കലും കരയരുതെന്ന് വിചാരിച്ചവളാ ഞാൻ. ഇപ്പൊ എനിക്ക് വയ്യ. എല്ലാരും കൂടി നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാ എന്നെ. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എല്ലാരും എന്നെ പച്ചക്കായിരുന്നില്ലേ? എന്റെ ജീവിതം നശിപ്പിച്ചു എല്ലാരും കൂടി ചേർന്ന്. നോ, പ്ലീസ് ലീവ് മീ അലോൺ. നാണവും മാനവും കെട്ടി ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പോയി ചാവുന്നതാ. ആത്മഹത്യ. മോളെ, 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 മോളെ നന്ദന, മോളെ കതക് തുറക്ക്. മോളെ പ്ലീസ്, മോളെ വാതിൽ തുറക്ക്. മോളെ അച്ഛൻ പറയുന്നത് കേൾക്ക്. നന്ദന വാതിൽ തുറക്ക്. മോളെ അച്ഛനല്ലേ പറയുന്നത്, വാതിൽ തുറക്ക്. മോളെ, മോളെ, മോളെ നന്ദന, മോളെ. കല്യാണം എനിക്ക് ഇഷ്ടമാണ്, വെറും ഇഷ്ടമല്ല, പ്രേമം തന്നെയാണെന്ന് പറയാം. വാതിൽ തുറക്ക്. നന്ദന, ഭഗവാനെ, രക്ഷപ്പെട്ടു. ഏതായാലും കാർ ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ? ചേച്ചി വീട്ടിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ട്. സമാധാനമായി. എന്നെ ഇപ്പൊ അമ്മ കണ്ട വലിയ പ്രശ്നവും. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് പേടിയാവും. നിങ്ങൾ പോയാ മതി. നീ ചെയ്ത തോന്നിവാസത്തിന് നിന്നെ കൊല്ലുക വേണ്ടത്. 2 പെൺകുട്ടികളുടെ ഭാവിയോ നീ ഒരുത്തൻ കാരണം ഇല്ലാതായത്.
ഇപ്പൊ അവന് വലിയ പേടിയാണ് പോലും. അരവിന്ദേ, നീ ചെന്ന് ചേച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് പറ, അല്ലെങ്കിൽ പ്രശ്നം ഇനിയും ഗുരുതരാവും. ചെല്ല് ചെല്ല് അരവിന്ദേ. എന്തിനാ ഇളയമേ അത്? ഞാനിതിനെ മാപ്പ് വയ്ക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. നീ കാണിച്ചു വെച്ചതൊക്കെ ശരിയാണെന്നാണ് നിന്റെ വിചാരം? ആനന്ദേ മതി, അവനോട് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുടുംബത്തിന്റെ അന്തസ്വാഭിമാനമൊന്നും അവനൊരു വിഷയമേ അല്ലല്ലോ. അതാ ഇപ്പൊ മണ്ഡപത്തിൽ സംഭവിച്ചത്. ചേട്ടാ പ്ലീസ്, നമ്മളിപ്പോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ല. അകത്ത് നിന്ന് ഏട്ടത്തി എങ്ങനെയും സമാധാനപ്പെടുത്തണം. വാ നമുക്ക് കയറാം. വാ വാടാ ഇങ്ങോട്ട്. ഏട്ടാ സാറേ, ഒരു നിമിഷം. എൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. അവളുടെ ഭാവി എന്തായിരിക്കും എന്നൊരു ഊഹമില്ല എനിക്ക്. ഈ പരുവത്തിൽ അവൾ മാഡത്തിന് മുമ്പിൽ ചെന്ന ദാസേ, ഇതൊന്നും എന്നോടല്ല ചോദിക്കേണ്ടത്. ദേ നിൽക്കുന്നില്ലേ നമ്മുടെ കർണക്കുറ്റിക്ക് ആദ്യം ഒന്ന് കൊടുക്ക്, എന്നിട്ട് അവനോട് ചോദിക്കും. ഉത്തരങ്ങൾ പറയേണ്ടത് ഈ ഒരുത്തനാ. ആരുത്തരം പറഞ്ഞാലും എല്ലാം കഴിഞ്ഞില്ലേ സാറേ? ഞങ്ങള് പാവങ്ങളാ. ഞങ്ങൾക്കുള്ള ഏക സമ്പാദ്യ അഭിമാന. ഇന്നത്തോടെ അതും പോയി. ഇനി ജീവിക്കണം തന്നെ. ആനന്ദ്, അഖില, കൃഷ്ണേട്ടാ, എല്ലാവരെയും കൂട്ടി കൃഷ്ണേട്ട പുറത്തേക്ക് പോണം. ഇതെന്ത് പറ്റി? ആദ്യം അകത്തോട്ട് വരാൻ പറയുന്നു, ഇപ്പൊ പുറത്തിറങ്ങാൻ പോലും. പട്ടായോ? അഖിലേ. കൃഷ്ണേട്ടാ പ്ലീസ്, ഒരു 10 മിനിറ്റ് നിങ്ങൾ എല്ലാരും പുറത്ത് നിൽക്കണം. ഞാൻ വീണ്ടും വിളിക്കാം നിങ്ങളെ. നിക്ക്. എല്ലാവർക്കും പോവാം, പക്ഷേ ദാസേട്ടന്റെ മോള് മാത്രം ഇവിടെ നിൽക്കണം. മാഡം, ഔട്ട്! പോകാൻ പറഞ്ഞില്ലേ? നീ ആ കഥക കുറ്റിയിട്. നിന്നോടല്ലേ പറഞ്ഞത് കഥകടച്ച് കുറ്റിയിടാൻ? എനിക്ക് സംസാരിക്കാനുള്ളത് ചുമരുകളോടല്ല. ഇങ്ങടുത്തു വാ. അടുത്തു വരാൻ. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് വരണോ?
തല ഉയർത്തി നോക്കിവിടെ. എന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ. നേർക്ക് നേർ നോക്കാൻ. മാഡം, ഇതുപോലെ മാഡം എന്ന് വിളിച്ചുകൊണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് ഒരാളിവിടെ വന്നു. നിന്റെ അച്ഛൻ ജോലി അന്വേഷിച്ചു വന്നതാ. 2 ദിവസമായി ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാനിവിടെ ജോലി കൊടുത്തു. കൈ നിറയെ ശമ്പളവും. അമ്മയില്ലാത്ത കുഞ്ഞെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ടുവന്നിവിടെ താമസിപ്പിച്ചപ്പോഴും നീ ഒന്നിനു പിറകെ ഒന്നായി തെറ്റാവർത്തിച്ചപ്പോഴും നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാതെ നിന്നോട് ക്ഷമിച്ചത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. കൊള്ളാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ വെറും ഒരു അടുക്കളക്കാരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുക. ഇതിൽ കൂടുതൽ എന്തു വേണം? മാഡം, ഈ കുടുംബത്തിന് ദോഷം വരണമെന്നും ഈ കല്യാണി ചെയ്യില്ല. അനിയും കുഞ്ഞ് അങ്ങനെയൊക്കെ എന്തിനാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ തെറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടേ മാഡം എന്നെ കൊന്നു കളഞ്ഞേക്ക്. പലതവണ അങ്ങനെ ചെയ്യാതെ വെറുതെ വിട്ടില്ലേ? അതുകൊണ്ടാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മാനവും അഭിമാനവും ഇന്ന് കാറ്റിൽ പറന്നത്. എന്റെ നിഴൽവട്ടത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത നിന്നെ അരവിന്ദ് ഇഷ്ടമാണെന്ന് വിളിച്ചു പറയാൻ തക്കവണ്ണം നീ അവനെ എങ്ങനെ മയക്കിയെടുത്തു എന്ന് എനിക്കറിയണം. അതോ അവൻ നിന്നെ കണ്ട് മയങ്ങി വന്നതോ? ഉത്തരം പറ. ഈ കല്യാണം നടക്കണ കാണാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കണ്ട ഇവിടുന്ന്. പൊയ്ക്കോളാം അല്ലേ? എന്നിട്ട് വേണം എന്റെ മകൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ കുറ്റത്തിന് അഖിലാണ്ടേശ്വരി ഡ്രൈവർ ദാസിന്റെ മോളെ നാട് കടത്തിയെന്ന് പറയിക്കാൻ. നീ എവിടെയും പോകുന്നില്ല. സത്യം എല്ലാവരും അറിയണം. നീ അറിയിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. മുടങ്ങിപ്പോയ ഈ നിശ്ചയം 7 ദിവസത്തിനുള്ളിൽ നടക്കണം. നീ വേണം അത് നടത്താൻ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ഒരു ഡ്രൈവറുടെ മോളെയും പ്രേമിച്ചിട്ടില്ല. വെറുതെ അങ്ങനെ പറഞ്ഞതാണെന്ന് നീ തന്നെ എല്ലാവരോടും പറയണം. എണ്ണിക്കോ. ഇന്നു മുതൽ 7 ദിവസം. അതിനുള്ളിൽ അരവിന്ദും നന്ദനയും സ്വന്തം ഇഷ്ടപ്രകാരം ഈ നിശ്ചയത്തിന് സമ്മതിച്ച് എന്റെ മുന്നിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ തൃച്ചംബരം തറവാട്ടിൽ നിന്നും ഒരാൾ 6 അടി മണ്ണിൽ പോയിരിക്കും. ഇത് സത്യം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ ചെന്നാ കഥക് തുറക്കാം. ഇല്ലെങ്കിൽ ചെയ്യാം.
എൻ്റെ മോളോട് ക്ഷമിച്ചതിൽ നന്ദിയുണ്ട്. ഇനിയൊരു ശല്യത്തിനും ഞാനോ എൻ്റെ മോളോ ഇല്ല. നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഇതുവരെ കാണിച്ച എല്ലാ സഹായത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീടും നാടും സാറും കുടുംബവും എല്ലാം എന്നും മനസ്സിലുണ്ടാവും. മോളെ, ദാസേട്ടൻ നിക്ക്. എന്റെ തീരുമാനം ഇപ്പൊ ഇവിടെ നിന്ന് ആരും എവിടെയും പോകണ്ടെന്നാ. നിങ്ങൾക്കെല്ലാവർക്കും പഴയതുപോലെ ഇവിടെ തന്നെ കഴിയാം. അത് മാത്രമല്ല, ഇന്നു മുതൽ കല്യാണിക്ക് എന്റെ മുന്നിൽ നേരിട്ട് തന്നെ വരാം. എന്നോട് സംസാരിക്കാനും വിരോധമില്ല. പിന്നൊരു കാര്യം, ഇന്നിവിടെ ഈ വിഷയം തീർന്നിരിക്കുക. ഇനി ചർച്ചയില്ല. എല്ലാവർക്കും പോകാം. എന്നാലും എന്തായിരിക്കും സംഭവിച്ചത്? ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മുടങ്ങിപ്പോയ നിശ്ചയം 7 ദിവസത്തിനുള്ളിൽ നടക്കണം. നീ വേണോ അത് നടത്താൻ? എണ്ണിക്കോ. ഇന്നു മുതൽ 7 ദിവസം. അതിനുള്ളിൽ അരവിന്ദും നന്ദനയും സ്വന്തം ഇഷ്ടപ്രകാരം നിശ്ചയത്തിന് സമ്മതിച്ച് എന്റെ മുന്നിൽ വന്നിരിക്കണം.